വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച അവസരവുമായിട്ട് കോളേജ് ട്രാൻസ്ഫർ ഓപ്ഷൻ നൽകിയിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആർക്കൊക്കെ കോളേജ് ട്രാൻസ്ഫർ അപേക്ഷ കൊടുക്കാൻ സാധിക്കും, അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ വിശദമായ വീഡിയോയുടെ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ബെല്ലിലേക്ക് എനാബിൾ ചെയ്ത് വെക്കുവാൻ ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താനും. അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന 4 വർഷത്തെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ പറയുന്ന കോളേജ് ട്രാൻസ്ഫർ ഓപ്ഷൻ നൽകിയിരിക്കുന്നത്. അതായത് നിലവിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, 3ാം സെമസ്റ്റർ അതായത് സെക്കൻഡ് ഇയർ അതായത് 3ാം സെമസ്റ്റർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതേപോലെ 3rd ഇയർ അതായത് 5ാം സെമസ്റ്റർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുമാണ് കോളേജ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ കോളേജ് ട്രാൻസ്ഫർ 2 ഓപ്ഷനാണ് ശ്രദ്ധിക്കുന്നത്. നിങ്ങൾക്ക് മേജർ കോഴ്സോടുകൂടെ നിങ്ങൾക്ക് കോളേജ് ട്രാൻസ്ഫർ ചെയ്യാം, അതേപോലെ മേജർ മാറ്റാതെ കോളേജ് മാത്രം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഈ ഓപ്ഷൻ ശ്രദ്ധിക്കേണ്ട കാര്യം, 3ാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കാണ്. മേജർ മാറ്റത്തോടുകൂടെ ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റ് മേജർ തന്നെ മാറ്റിയിട്ട് നിങ്ങൾക്ക് കോളേജ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനാണ് നൽകുന്നത്. ഇനി 5ാം സെമസ്റ്ററിലാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് മേജർ മാറ്റം വരുത്താതെ കോളേജ് നിങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ സാധിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയൊരു അപ്ഡേറ്റാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നൽകിയിട്ടുള്ളത്. ഒരുപാട് വിദ്യാർത്ഥികൾ നേരത്തെ പല വിദ്യാർത്ഥികളും ഇപ്പോൾ സെക്കൻഡ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സിൽ താല്പര്യമില്ലാതെ മറ്റു കോഴ്സിലൊക്കെ പഠിക്കാനും അല്ലെങ്കിൽ മറ്റു കോളേജിലൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ 5ാം സെമസ്റ്റർ പഠിക്കുന്ന വിദ്യാർത്ഥികളും, കാരണം 4 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അവസരം വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് ജസ്റ്റ് നിങ്ങൾ ഓൺലൈൻ അപേക്ഷ കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുന്ന കാര്യം, ലാസ്റ്റ് ഡേറ്റ് 30/6/2026 വരെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യം നമുക്ക് ജസ്റ്റ് കാണാം. അതിന് മുന്നോടിയായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, വിദ്യാർത്ഥികൾ ജസ്റ്റ് സാധാരണ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അതായത് ഏകദേശം 10 കോളേജ് വരെ, അതായത് 10 കോളേജ് അല്ലെങ്കിൽ 10 മേജർ സബ്ജക്റ്റ് വരെ നിങ്ങൾക്ക് ഈ പറയുന്ന ട്രാൻസ്ഫർ അപേക്ഷയിൽ കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ സാധ്യത അനുസരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാറാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ മാത്രം നിങ്ങൾ ഈ പറയുന്ന ട്രാൻസ്ഫർ ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അപേക്ഷയിലോട്ട് പോകാം. അതിനായിട്ട് jst admission.uoc.ac.in എന്ന വെബ്സൈറ്റിൽ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾക്കിവിടെ കോളേജ് ട്രാൻസ്ഫർ അപ്ലൈ എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ഫീസ് ജസ്റ്റ് 55 രൂപയാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ചെയ്യുക. കാരണം ട്രാൻസ്ഫർ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാറിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലെ ഏത് കോളേജിൽ വേണമെങ്കിലും നിങ്ങൾക്ക്, അതായത് പക്ഷേ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഓട്ടോണമസ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ പറയുന്ന ഓട്ടോണമസ് കോളേജിലാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഇവിടെ ഏറ്റവും താഴെ നിങ്ങൾക്ക് 5ാം സെമസ്റ്റർ കോളേജ് ട്രാൻസ്ഫർ ഓട്ടോണമസ്, 3ാം സെമസ്റ്റർ ഓട്ടോണമസ്. അപ്പോൾ ഈ പറയുന്ന 14 കോളേജ് ഇല്ലാത്ത മറ്റു ഓട്ടോണമസ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്കും ഈ പറയുന്ന ഡയറക്റ്റ് കോളേജ് പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ച് കോളേജ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. ബാക്കിയുള്ളവർക്കൊക്കെ നോർമൽ ജസ്റ്റ് ഈ ഒരു അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കോളേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 10 കോളേജ് വരെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 55 രൂപയാണ്. ലാസ്റ്റ് ഡേറ്റ് 30 വരെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ നോക്കാം. അതായത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രാൻസ്ഫർ ചെയ്യുന്നതിന് അപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പുള്ള, അതായത് ഇപ്പോൾ വിളിച്ചിട്ടുള്ള ട്രാൻസ്ഫറിൻ്റെ വിജ്ഞാപന തീയതിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ മുഴുവൻ അതായത് പരീക്ഷാ രജിസ്ട്രേഷൻ കൃത്യമായിട്ട് മുഴുവൻ സെമസ്റ്ററുകളും പൂർത്തീകരിച്ചിരിക്കണം. പരീക്ഷാ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാതെ വിദ്യാർത്ഥികൾക്ക് കോളേജ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മിനിമം അറ്റൻഡൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മിനിമം അറ്റൻഡൻസ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ മേജർ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് അത് സെമസ്റ്ററിൽ കുറഞ്ഞത് 4 ക്രെഡിറ്റ്, അതേപോലെ തന്നെ അല്ലെങ്കിൽ 3 ക്രെഡിറ്റ്, ഇങ്ങനെയുള്ള അത് മൾട്ടി ഡിസിപ്ലിൻ കോഴ്സ്, ഈ രീതിയിൽ ക്രെഡിറ്റ് നേടിയവർക്ക് മാത്രമാണ് മേജർ കോഴ്സ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, 4 വർഷ ബിരുദ പ്രോഗ്രാമിൽ പഠന കാലയളവ് ഒരു വിദ്യാർത്ഥിക്ക് ഒരു തവണ മാത്രമാണ് കോളേജ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് രണ്ടാമത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. 1 ടൈം മാത്രമാണ് 4 വർഷത്തിനിടയിൽ വിദ്യാർത്ഥികൾക്ക് കോളേജ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്, ഡിസ്കണ്ടിന്യൂഡ് അല്ലെങ്കിൽ ഇയർ ഔട്ട് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന റെഗുലേഷൻ നിയമം അനുസരിച്ച് റീ അഡ്മിഷനോടുകൂടി നിങ്ങൾക്കും കോളേജ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓൾറെഡി പല കാരണത്താൽ ഡിസ്കണ്ടിന്യൂ ആയി പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും സുവർണ്ണ അവസരമാണ്. റീ അഡ്മിഷനോട് കൂടിയിട്ട് കോളേജ് ട്രാൻസ്ഫറോടുകൂടി നിങ്ങൾക്കും പഠനം കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി മറ്റു സസ്പെക്റ്റഡ് മാൽ പ്രാക്ടീസ് അങ്ങനെയുള്ള എന്തെങ്കിലും കാരണത്താൽ പരീക്ഷാ ക്രമക്കേടിൽ കോപ്പി പോലുള്ള കാര്യങ്ങൾക്ക് പിടിക്കപ്പെട്ട വിദ്യാർത്ഥികളാണ്. അവർക്ക് യാതൊരു ഓപ്ഷനും ഇവിടെ ഇല്ല. അതോടൊപ്പം തന്നെ 5ാം സെമസ്റ്ററിൽ നേരത്തെ പറഞ്ഞതുപോലെ മേജർ മാറ്റത്തോടെ കോളേജ് ട്രാൻസ്ഫർ ലഭിക്കില്ല. ജസ്റ്റ് കോളേജ് മാത്രമാണ്. 3ാം സെമസ്റ്ററിൽ ഉള്ളവർക്കാണ് മേജറും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ FIUGPയുടെ റെഗുലേഷൻ്റെ പരിധിയിൽ വരാത്ത പ്രോഗ്രാമിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിലവിൽ കോളേജ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിൽ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയ ശേഷം ജസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ബാക്കിലോട്ട് വാർത്ത ജസ്റ്റ് ഇവിടെ ഗൈഡ് ലൈൻസ്, ഷെഡ്യൂൾ, വേക്കൻസി ഉൾപ്പെടെയുള്ള കാര്യം ജസ്റ്റ് പരിശോധിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് വേക്കൻസി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊക്കെ കോളേജുകളാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജ്
ഉണ്ടോ, അതിൽ എത്രയാണ് സീറ്റ് വേക്കൻസി ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ പരിശോധിക്കാൻ സാധിക്കും. അപ്പോൾ മൊത്തത്തിലുള്ള നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട എല്ലാ കോളേജുകളും ലിസ്റ്റാണിത്. ഉദാഹരണത്തിന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗ്രേസ് വാലി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ BA ഇംഗ്ലീഷ് വേക്കൻസി 27. അപ്പോൾ അത്തരത്തിൽ ഓരോ കോളേജിലെയും വേക്കൻസി ലിസ്റ്റ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റിൽ വേക്കൻസി ഉണ്ടോ എന്ന് ഇവിടെ ജസ്റ്റ് പരിശോധിക്കുക. ഒരുപാട് കോളേജുകൾ, ഒരുപാട് സീറ്റുകളാണ് നിലവിൽ 3ാം സെമസ്റ്റർ 5ാം സെമസ്റ്റർ വേക്കൻ്റായിട്ട് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആവശ്യമായ രീതിയിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ പരിശോധിക്കുക. ഗവൺമെൻറ് അതേപോലെ എയ്ഡഡ് സെൽഫ് ഫിനാൻസ് ഉൾപ്പെടെ എല്ലാ കോളേജിലും സീറ്റ് വേക്കൻസി ഉണ്ട്. പിന്നെ ഷെഡ്യൂൾ ഒന്ന് ജസ്റ്റ് നോക്കാം. ഷെഡ്യൂൾ ശ്രദ്ധിക്കുക. 25 മുതൽ 30 തീയതി വരെ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓൺലൈൻ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതേപോലെ വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് 1/7 ജൂലൈ 1 പബ്ലിഷ് ചെയ്യും. അതിനുശേഷം വിദ്യാർത്ഥികൾ അപ്ലോഡിങ് അത് അഡ്മിഷൻ്റെ അപ്ലോഡിങ് ഓഫ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് അതിൻ്റെ ഡേറ്റും അതേപോലെ തന്നെ പബ്ലിക്കേഷൻ ഓഫ് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഡേറ്റ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യം മനസ്സിലാക്കിയ ശേഷം ജസ്റ്റ് നിങ്ങൾ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് സാധാരണ രീതിയിൽ അപേക്ഷ കൊടുക്കുന്ന രീതിയിൽ KPID അതേപോലെ സെക്യൂരിറ്റി കീ ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 55 രൂപ ഫീ അടച്ചുകൊണ്ട് നിങ്ങൾ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 10 കോളേജ് നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച കോളേജ് തന്നെ ആഗ്രഹിച്ച കോഴ്സ് തന്നെ ഉറപ്പുവരുത്തിയിട്ട് മാത്രം കൊടുക്കുക. ഇനി അതിൽ തന്നെ നിങ്ങൾക്ക് ഒരു കോളേജ് മാത്രമാണ് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു കോളേജ് മാത്രം നിങ്ങൾ കൊടുക്കാനും കൂടി ഉറപ്പെടുത്താണ്. ഇത്തരത്തിൽ ഈ ഒരു പ്രധാനപ്പെട്ട അവസരം ആവശ്യമുള്ള വിദ്യാർത്ഥികൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പരമാവധി ഇത്തരത്തിൽ അപ്ഡേറ്റുകൾക്ക് ചാനൽ മറക്കാതെ ഫോളോ ചെയ്യാൻ വേണ്ടി ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.